യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകക്ഷി പ്രതിപക്ഷം ഇങ്ങനെയാണല്ലോ നമ്മുടെ ധാരണ. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ചുമതലയെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഭരണകക്ഷിയുടെ പ്രകടനപത്തിൽ പറയുന്ന കാര്യങ്ങൾ, നടക്കാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ നടന്ന കാര്യത്തിലുള്ള എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കുറവുകൾ, അഴിമതികൾ, ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വ്യത്യസ്ത രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണല്ലോ പ്രതിപക്ഷം നമ്മുടെ ഒരു രീതി അനുസരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയൊട്ടാകെ. ഈ നാളുകളിൽ 2016 ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്രയും ദിവസമായിട്ടും ഫലപ്രദമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം പോലും അവർക്ക് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് തന്നെ അവർ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ശബ്ദമുയർത്തുന്നതിന് വേണ്ടി വിളിച്ചാൽ ജനങ്ങൾ തയ്യാറാവുന്നില്ല. അവരുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ തന്നെ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുന്നവരായതുകൊണ്ടാണല്ലോ കേരള ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് രണ്ടാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അതിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയനും വന്നത്. 2016 ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് പിണറായി വിജയനെതിരായിട്ട് പ്രതിപക്ഷം യാതൊരു മര്യാദയുമില്ലാതെ ഉന്നയിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ കണ്ണടച്ചുകൊണ്ട് 100% അത് തള്ളിക്കളഞ്ഞതിൻ്റെ തെളിവാണ് അത് നല്ല ഭൂരിപക്ഷത്തോടു കൂടി അവിടെ ജയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞത്. അതിനുശേഷം ആ കാര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ ജനങ്ങൾ മാറി ചിന്തിക്കുകയാണ്. ജനങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ, തൻ്റെ കണ്ണിന് നേരെ നടക്കുന്ന കാര്യങ്ങൾ അത് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് ജനങ്ങൾ പോവുകയാണ്. കാര്യം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഷ്വൽ മീഡിയ തന്നെയാണ്. മുമ്പാണെങ്കിൽ പ്രിൻ്റ് മീഡിയയിൽ കൂടെ മാത്രമേ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പോൾ വിഷ്വൽ മീഡിയയിലൂടെ കാര്യങ്ങൾ പറയുക മാത്രമല്ല, നേരിട്ട് അറിയാൻ വേണ്ടി കൂടി കഴിയുകയാണ്. ഇതിൽ ഏറ്റവും ഞങ്ങൾ അഭിമാനത്തോടുകൂടി തന്നെ പറയുന്നൊരു കാര്യം, അഴിമതി രഹിതമായിട്ടുള്ള ഭരണമാണ് കഴിഞ്ഞ 2016 മുതൽ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്നവരെ കേരളത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതരം അഭിമാനത്തോടു കൂടി പറയുകയാണ്. കാരണം പ്രതിപക്ഷം ആണല്ലോ അത്തരം കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇന്ത്യ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ, പല സംസ്ഥാനങ്ങളും നിങ്ങൾ വിലയിരുത്തി നോക്ക്, എന്തൊക്കെ അഴിമതികളാണ് നടക്കുന്നത് സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാകും. ഇതൊരു അഴിമതി രഹിതമായിട്ടുള്ള ഭരണമാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വിലയിരുത്തുന്നവർ പ്രതിപക്ഷം നേതാക്കൾ എന്നും ഈ അഴിമതി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ആ അഴിമതി ആരോപണം ഒന്നും ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് തിരഞ്ഞെടുപ്പുകളും മറ്റ് കാര്യങ്ങളും. അപ്പോൾ ഈ അഴിമതി രഹിതമായിട്ടുള്ളൊരു ഭരണം വീണ്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു കാര്യം ഈ പ്രകടന പത്രിക സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങളാകെ ചവിട്ടുവിട്ടേടുമെന്ന്. പ്രകടന പത്രികയിൽ ഒന്നൊന്നായി എണ്ണി പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന വർക്കിൻ്റെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രസ് റിപ്പോർട്ട്, നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന ഏക മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അത് ആ പരിഷ്കാരം കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനാണെന്നുള്ള കാര്യം ഞങ്ങൾ പറയുകയാണ്.